പ്രയാണം കാട്ടിലേക്കാണ്. മുൻപേ പോകുന്ന വ്യക്തിയുടെ പേരാണ് രതീഷ്. വലിയ വലിയ മരങ്ങളെ ഫോട്ടോ എടുത്തുകൊണ്ട് അദ്ദേഹം പോകും. ഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല, ഛായാഗ്രഹണം. എൻ്റെ പൊന്നെ, മരം എന്ന് പറയുന്നൊരു വളരെ വലിയ വൃക്ഷമായിരുന്നു. അതിന് അറ്റം കാണുന്നില്ല. അപ്പോൾ ആ മരം ഹിന്ദു ആയിരിക്കും, അതിന് അറ്റമുണ്ട്. എന്തോ മങ്ങി മറഞ്ഞു വരുന്നു. ഇതാ ഈ കാട്ടുവഴിയിലൂടെ വീണ്ടും നമ്മൾ പ്രയാണം തുടരുകയാണ്. കാരണം എനിക്കും അറിയില്ല. അജ്ഞാതം, അനഞ്ചം അജ്ഞാതം. ഞാൻ ഇദ്ദേഹത്തിന്റെ തികച്ചും ഒരു പിന്തുടർച്ചക്കാരൻ മാത്രം. ഇതാ വഴികൾ പലതായി പിരിയുന്നു, പക്ഷെ നമ്മൾ ഇതിലെയാണ് പോകുന്നത്. അതാ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ പിറകിലൂടെ ചുവട് വെച്ചുകൊണ്ട് അദ്ദേഹം അത് മന്ദനായിട്ടല്ല, വളരെയധികം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്കൊരു പ്രേത സിനിമയുടെ ലൊക്കേഷനാണ് വരുന്നത്. കണ്ടോ രവി, എങ്ങടാ പോണേ? ഞാൻ പേടിച്ചു എന്ന് ചോദിച്ചാൽ അല്പം പേടിച്ചു, പക്ഷെ ഞാനത് കാണിക്കില്ല, സമ്മതിക്കില്ല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടായത് കാരണം എനിക്കൊരു ചെറിയ പേടി ഇല്ലാതില്ല. പണ്ടത്തെ ഏതൊക്കെയോ ബാധകളെ കെട്ടിയൊഴിച്ച മരമാണെന്നാണ് രതീഷ് ചിന്തിക്കുന്നത്, പക്ഷെ അല്ല. രതീഷ് ചിന്തിക്കുന്ന അതിൽ വല്ല രക്ഷിയത്ര ചാണിയുണ്ടോ എന്നാണ്, പക്ഷെ അതിലില്ല. കണ്ടോ മരത്തിന്റെ ശൽക്കങ്ങൾ അഥവാ ശകലങ്ങൾ. ഇതാ രതീഷ്. എടോ രതി, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ഉള്ളിലെങ്ങാൻ പെട്ട് രാത്രി ആയി കഴിഞ്ഞ രതി ഇതിലെന്നെ പോ. ദൈവമേ, അല്ല യക്ഷിക്കുളമാണോ? പാട്ട് പാടുന്നത് വേറൊന്നും കൊണ്ടല്ല, പേടി മാറാനാ. ആ സൗണ്ട് കേട്ടില്ലേ? രതി, അത് വഴി മാറി, ഇതിലെ വരിക. കേറി ഫോട്ടോ എടുക്കാം.